ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. നമ്മൾ രാവിലെ ഇപ്പോൾ 8 മണി ആയിട്ടേ ഉള്ളൂ. ഞങ്ങളിവിടെ പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കവായി കായൽ. അപ്പോൾ കവായി കായൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതെയോ, എൻ്റെ കണ്ണിലൊരു കുരു വന്നിട്ടുണ്ട് കണ്ടോ, ഭയങ്കര വലിയ കുരു. ഓ കുഞ്ഞേട്ടൻ നിങ്ങളോട് എന്തെല്ലാം പറയുന്നുണ്ടേ കേട്ടോ. എന്നാ പറയുന്നു മോന? പപ്പ പഞ്ഞ പപ്പ അവിടെയാണോ? പപ്പ എന്ന് പറഞ്ഞപ്പോൾ പപ്പേനെ നോക്കുക. കഴിഞ്ഞ അവൻ്റെ വർത്താനൊക്കെ. അവന് ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ ഉറക്കത്തിൽ നിന്ന്. ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഉറക്കം വരുന്ന കളി കളിക്കുന്നത്. നോക്ക് കുഞ്ഞു, നോക്കിയ ഇത് അവൻ എൻ്റെ ബട്ടൺസിലൊക്കെ പിടിക്കാനാട്ടോ കളിക്കുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. കുഞ്ഞുട്ടൻ ആരെയാ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുട്ടാ നോക്ക് ഇവിടെ. പപ്പ എവിടെ? പപ്പ കാണിച്ച പപ്പേനെ നോക്കുകയാണെ ഞാൻ കാണിച്ചു തരാം. വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു അതാ നോക്കുന്നു. അപ്പം ഞങ്ങൾ ഡെയിലി വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കാരണം ഞങ്ങൾക്ക് വേറെ കണ്ടൻറ്റ്സ് ഒന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും പുറത്ത് പോകുമ്പോഴേ ഞങ്ങൾക്ക് വീഡിയോസ് ഇടാനുള്ള കണ്ടൻറ് ഉള്ളൂ. അപ്പം എന്തേലും കുഞ്ഞുട്ടന് ഭയങ്കര ചൂടാട്ടോ. അതാ വേർത്തൊലിക്കുന്നുണ്ടോ. അവന് പൊതുവേ അവൻ്റെ ശരീരം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിതാ കാറ് പാർക്ക് ചെയ്തു, കവായിൽ എത്തിയിട്ടുണ്ട്. ഞാനിത് ബാക്ക് ക്യാമറ ഇട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ വ്യൂ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിനു മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ബോട്ടിങ്, കയാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പേര് ഇതാ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ ഇവിടെ ഇരിക്കാൻ കുറേ സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. ഇതാ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരുന്ന് കുറച്ച് സമയം കാഴ്ചയൊക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ബോട്ട് വന്നത്. ഇതാ ഞങ്ങൾ ബോട്ട് അവരോട് ചോദിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ട് ഒന്ന് ബോട്ടിൽ കയറി ജസ്റ്റ് കറങ്ങാൻ വിചാരിച്ചു. 1 മണിക്കൂറിനുള്ളിൽ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാമല്ലോ. കുഞ്ഞുട്ടൻ ഇതുവരെ ബോട്ടിങ് ചെയ്തിട്ടില്ല. അപ്പം കുഞ്ഞുട്ടനും ഒരു എക്സ്പീരിയൻസ് ഒന്ന് നോക്കട്ടെ. ബോട്ട് പോകുന്നതിന് മുമ്പ് വേഗം പോവാം. മൂന്നാർക്ക് ടിക്കറ്റ് എത്രയാണ്? 20-40 ആവുള്ളൂ. അല്ല, അത് പൈസ അതുകൊണ്ടല്ല. പിന്നെന്താ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല ഗൈസ്, ഇവിടെ ഇറങ്ങി. ഞങ്ങളുടെ പഴയ വീഡിയോ ഓൾറെഡി ഉണ്ട്. ഏത് കവായി ബീച്ചിൽ പോകുന്നത്. ഞങ്ങൾ തോണിയിലാണ് അന്ന് പോയത്. ഇന്ന് ഞങ്ങളിത് ആ ബോട്ടിൽ വന്ന് ബോട്ടിൽ കറങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആഷിക്ക് പെട്ടെന്നൊരു മോഹം, ഒന്നും നോക്കിയില്ല ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. മഴ ഇറങ്ങിയിട്ട് കോടയാന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇതുപോലെ ഉണ്ട്. മഴ ചാർന്നാണോ എന്ന് അറിയത്തില്ല. മഴ ചാർന്നല്ല എന്താണല്ലോ. ഇത് നല്ലൊരു സ്ഥലം കേട്ടോ. ഇത് രാമന്തളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അറിയപ്പെടാത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. പിന്നെ ഇവിടെ നേവലിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം അധികം ആൾക്കാരും ഇങ്ങോട്ട് അധികം വരില്ലല്ലോ. ഇവിടെയുള്ള നാട്ടുകാരും പിന്നെ ഇവിടെ ഉള്ള ഫാമിലീസും കാര്യങ്ങളും വരുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകല്. നമ്മൾ നടന്നു പോകുന്ന സ്ഥലങ്ങൾ വഴിയുണ്ടോ കേട്ടോ നിങ്ങൾ. വേണ്ട, ഏതാണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നു പോകുന്ന പോലെയാണ് നമ്മൾ പോകുന്നത്.
ഗായ്സ് അപ്പൊ നമ്മളിതാ ബീച്ചിലെത്തിയിരിക്കുന്നു. കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബീച്ചാണ് ഇത്. കാരണം നമ്മൾ ആദ്യം ബോട്ടിങ് ചെയ്ത് പുഴേന്ന് വരും, എന്നിട്ട് കുറേ നടന്ന് ഇതാ അവസാനം ബീച്ചിലെത്തും. അമ്പോ എന്തൊരു രസാ. ഞങ്ങള് ഇന്നും ബീച്ചിൽ ഇറങ്ങിയിട്ട് കരയുന്നതായിരിക്കും അല്ല പൊന്നു? ഇവനെ ബീച്ചിൽ ഇറക്കട്ടെ. അവിടെ വേണ്ട, അങ്ങോട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഇവിടെ പിന്നെ കരഞ്ഞു ഗായ്സ്. നമ്മൾ വന്ന ബോട്ട് തിരിച്ച് 9:20 ആകുമ്പം ഇവിടെ എത്തും. കവായിൽ 9:45 ആകുമ്പോൾ എത്തും. അപ്പം നമ്മൾ ഒരു 9:20 ആകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങണം. അത്ര വലിയ നടക്കാനൊന്നുമില്ല, ഒരു 100-200 മീറ്റർ ഉണ്ട് നടക്കാൻ. അപ്പം നല്ല രസമാണ് കേട്ടോ ഈ കടൽ. ഇവിടെ ഈ ബീച്ചിനെ പറ്റി അധികം ആർക്കും അറിയില്ല, അധികം ആൾക്കാർ വരാത്തൊരു ബീച്ചാണ്. പക്ഷെ ഭയങ്കര രസമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ മീൻസ് എൻ്റെ വീഡിയോ കൂടെ എത്രമാത്രം അത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ നല്ല രസമാണ് ഈ ബീച്ച്. ഞങ്ങൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ബോട്ട് ചിട്ടിന്ന് വെറുതെ ബോട്ട് കയറാമെന്ന് വെച്ച് കയറി വന്നതായിരുന്നു 2-3 കൊല്ലം മുമ്പ്. അങ്ങനെ വന്നിട്ടാണ് ഞങ്ങൾ ഈ ബീച്ച് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ കുറേ പേർക്ക് അറിയത്തില്ല. കാരണം ഇത് നേരെ നമ്മൾ റോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ബീച്ചിലേക്ക് വരുന്നതല്ലാത്തതുകൊണ്ട് കുറേ പേരൊന്നും വരാനും ട്രൈ ചെയ്യാറില്ല തോന്നുന്നു. അപ്പോൾ എന്തൊരു രസമാണ്. ആകാശം നോക്കിയാൽ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒരു 9:20 ആകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങണ്ട കേട്ടോ. ഇപ്പോൾ ഒരു 9:15 അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇപ്പോൾ ഏകദേശം 9:20 പിന്നെ കുഞ്ഞൂട്ടൻ ചെറുങ്ങനെ കരച്ചില്ല. അവൻ ഉറങ്ങാനുള്ള ടൈമായി. ഞങ്ങൾ സാധാരണ ഉറക്കുന്ന ടൈമായി. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ കുറച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഒരു 9 മണിയാകുമ്പോൾ ഉറങ്ങുന്ന സമയമായി. അവനൊരു കച്ചറയുണ്ട്. പിന്നെ നൈസായിട്ട് നനഞ്ഞ് അവൻ്റെ നിക്കറുതാ കയ്യിലായി നനഞ്ഞ്. സാധാരണ ഞങ്ങൾ ബാഗ് എടുത്തിട്ട് എല്ലായിടത്തും ഇറങ്ങാറുള്ളൂ, കാറിൽ വെച്ച് മറന്നുപോയി. എന്താണല്ലോ തിരിച്ചു പോവാണ് ഞങ്ങൾ. എന്നാ ഓക്കെ. ഇവിടെ ഒരു ആരോഗ്യ കേന്ദ്രമൊക്കെ ഉണ്ട്. പക്ഷെ സംഭവം തുറന്നിട്ടൊന്നുമില്ല. ഇതിനോ എന്തോ അറിയില്ല. കുഞ്ഞു ആ പൂവ് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കരയുന്നത്. അപ്പോൾ കയ്യിലുണ്ടായിരുന്നു, അത് ഞാനെടുത്ത് അങ്ങ് കളഞ്ഞു. അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ തിരിച്ചിറങ്ങി. കുഞ്ഞൂട്ടൻ കച്ചറയായിരുന്നു. അപ്പോൾ നേരതാ അവൻ കിടന്നു. അവൻ ഉറങ്ങാനുള്ള തന്ത്രപ്പാടിലാണ്. ഞങ്ങളിതാ ഇറങ്ങി. അടിപൊളിയാണ്, റിലാക്സേഷനാണ്, നല്ല സെറ്റപ്പായിരുന്നു. ഒരു ദിവസം മൊത്തത്തിൽ ഇറങ്ങി ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഇരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അടുത്ത പ്രാവശ്യം എന്താണ് ഞങ്ങൾ അങ്ങനെ വരും. നമ്മൾ ആദ്യം വിചാരിച്ച കവായിൽ പോയിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാന്നല്ല, ഒരു 1.5 മണിക്കൂർ ഇരുന്നിട്ട് തിരിച്ചു വീട്ടിൽ പോകാന്ന് വിചാരിച്ചാൽ അന്നേരം പെട്ടെന്ന് ബോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ചേഞ്ച് ആയി. ചാടിക്കറി ബോട്ടിൽ പോയപ്പോൾ ആദ്യം ബോട്ടിൽ ഇറങ്ങാനായിരുന്നു. പിന്നെയും അവിടുന്ന് പ്ലാൻ ഠുമ്മെന്നും പറഞ്ഞങ്ങ് മാറ്റി. ഏത് പിന്നെ ഇതാണ് രസം. കാരണം അപ്പാപ്പം ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾക്ക് നടക്കാറുള്ളൂ. ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല. എന്നാ ഓക്കെ. അപ്പൊ ഞങ്ങളിതാ കുഞ്ഞൂട്ടനെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. ഉറങ്ങുമെന്ന് വിചാരിച്ച് ഉറക്കുമായിരുന്നു, ഉറങ്ങിയില്ല. അവൻ കളിക്കുവാണ്. അപ്പൊ ഞങ്ങളിതാ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.